നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ അക്കാദമി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കോറിലേഷൻ അനാലിസിസ് ആണ്. എന്താണ് കോറിലേഷൻ? നമുക്ക് ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ എന്താണ് മനസ്സിലാവുന്നത്? കോർ, ടു ഓർ മോർ എന്ന രീതിയാണ് കോർ എന്നതുകൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. കോറിലേഷൻ അനാലിസിസിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം. Correlation. The previous lesson has to summarize the data with similar variables. നമ്മൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്ററിലും പറഞ്ഞത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനുമാണ്. ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ പഠിക്കാൻ പോകുന്നത് കോറിലേഷനാണ്. കോറിലേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ഇൻവോൾവ്ഡ് ബൈ ദ സ്റ്റഡി ഓഫ് എമംഗ് ഓഫ് ടു ഓർ മോർ വേരിയബിൾസ്. അസോസിയേഷൻ ഓഫ് ടു ഓർ മോർ വേരിയബിൾസ്, രണ്ടോ അതിലധികമോ വേരിയബിൾസിൻ്റെ ഒരു കൂടിച്ചേരൽ, ഒരു കൂട്ടായ്മ, അതിനെയാണ് ഈ ഒരു കോർ റിലേഷൻ എന്നതുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. ഇത്തരത്തിൽ എന്ന് പറയുന്നത് ഈസ് ദാറ്റ് ഈസ് ദ സം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു ഓർ മോർ വേരിയബിൾസ്. അതായത് ഫോർ ദ റെയിൻഫോൾ ആൻഡ് പ്രൊഡക്ഷൻസ് ഓഫ് വീറ്റ്, അതാണ് അതിന് എക്സാമ്പിൾ. ഇസ് ദ ആക്സിഡന്റ് നമ്പർ ഓഫ് എനി മോട്ടോർ ഇൻ എ സിറ്റി, മണി സ്പെൻഡ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്. ഇൻ അതർ ഹാൻഡ്സ് ഈസ് കമ്പയർ ദ റെയിൻഫോൾ ഇൻ പ്രൊഡക്ഷൻസ് ഓഫ് ജപ്പാൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് കോറിലേഷൻ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു ഓർ മോർ വേരിയബിൾസ്. അത് നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ കോറിലേഷൻ എന്ന് ചോദിച്ചാൽ ആദ്യം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് എഴുതിയ ശേഷം ഒരു അണ്ടർലൈൻ ചെന്ന് വെച്ചാൽ അതിൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുവാൻ സാധിക്കുന്നതാണ്. കോറിലേഷൻ അനാലിസിസിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിനിങ് ദ ടേംസ് ഓഫ് കോറിലേഷൻ, അതുപോലെ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾ, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുന്നതിന്, കോറിലേഷൻ എന്താണെന്ന് അറിയുന്നതിന്, കാൽക്കുലേറ്റ് ദ ഡിഫറെൻറ്റ് മെഷേഴ്സ്, കോറിലേഷൻ്റെ ഡിഫറെൻറ്റ് മെഷേഴ്സ് അളക്കുന്നതിന്. സോ ഡിഗ്രി ഓഫ് ദി റിലേഷൻഷിപ്പ്, ഡയറക്ഷൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട് ടു വേരിയബിൾസിൻ്റെ അറിയുന്നതിന് ഈ കോറിലേഷൻ വളരെയധികം ഉപകാരപ്രദമാണ്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ടു എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദിസ് ടേംസ് ഓഫ് കോറിലേഷൻ, അതുപോലെ റിലേഷൻഷിപ്പ് അറിയുക, അതിൻ്റെ ഡിഗ്രി എത്രത്തോളം ഉണ്ട് എന്നറിയുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ കോറിലേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ആദ്യം തന്നെ മീനിങ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ ഈസ് റെഫേഴ്സ് ടു ദ അസോസിയേഷൻ ബിറ്റ്വീൻ വേരിയബിൾ. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ കൂടിച്ചേരുക, ഒരു കൂട്ടായ്മ എന്നതാണ്. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിൽ, ബിറ്റ്വീൻ മീൻസ് ടു ആണ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ് ഒരു കോറിലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ആവറേജ് വാല്യൂ ഓഫ് വൺ വേരിയബിൾ ദർ ഇസ് എ ചേഞ്ചസ് ഇൻ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. ഒരു വേരിയബിൾസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ദർ ഇസ് ദ അനദർ വേരിയബിൾസ് വാല്യൂവും ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ചെയ്യുന്നു. എ കോറിലേഷൻ ഈസ് സിമ്പിൾ ടൈപ്പ് ഓഫ് അസോസിയേഷൻ ആണ്. സോ കോറിലേഷൻസ് എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ഓഫ് ചേഞ്ചസ് ഓഫ് വൺ വേരിയബിൾ ആൻഡ് ചേഞ്ചസ് ഓഫ് എനി അനദർ വേരിയബിൾ ഈസ് ഓൾസോ കോൾഡ് കോറിലേഷൻ. ഇതാണ് കോറിലേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് കോറിലേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചേഞ്ചസ് ഇൻ വാല്യൂ ഓഫ് വൺ വേരിയബിൾസ് ഓർ ദ ചേഞ്ചസ് ഇൻ വാല്യൂ ഓഫ് എനി അനദർ വേരിയബിൾ ഈസ് ഓൾസോ കോൾഡ് കോറിലേഷൻസ്. പല പോസിറ്റീവ് കോറിലേഷൻസ് ഉണ്ട്, നെഗറ്റീവ് കോറിലേഷൻസ് ഉണ്ട് പ്രധാനമായിട്ടും. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ്, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, ലൈൻ കോറിലേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് പലതരത്തിലുള്ള കോറിലേഷൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോറിലേഷൻസ് എന്ന് പറയാൻ അറിയാം, ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഈസ് ഓൾസോ കോൾഡ് കോറിലേഷൻ. ഇതിലുണ്ട് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എന്ന് പറയുന്നതാണ് കോറിലേഷൻസ് എന്ന് പറയുന്നത്. കോവേരിയേഷൻസ്, കോസേഷൻസ് മീൻസ് ഈസ് ദ ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ എഫക്ട് ഓഫ് ദി ചേഞ്ചസ് ഓഫ് അനദർ വേരിയബിൾ. അതായത് കോറിലേഷൻസും കോസേഷൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോറിലേഷൻസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ് ആണ് ഈ കോറിലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ കോസേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് അനദർ, ഒരു വേരിയബിൾ ചേഞ്ച് ആകുമ്പോൾ മറ്റൊരു വേരിയബിൾസ് ചേഞ്ച് ആവുന്നതിനെ പറയുന്നതാണ് കോസേഷൻസ് എന്ന് പറയുന്നത്. സോ എ പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ ബിറ്റ്വീൻ ടു എക്സ് ആക്സിസ് അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നെഗറ്റീവ് കോറിലേഷൻസ്, ലൈൻ കോറിലേഷൻസ്, ഇതൊക്കെയാണ് പലതരത്തിലുള്ള കോറിലേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷനും ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷനുമാണ് പ്രധാനമായിട്ടുള്ള ടൈപ്സ് ഓഫ് കോറിലേഷൻ. ടു വേരിയബിൾസ് ആർ ചേഞ്ചസ് ഇൻ സെയിം ഡയറക്ഷൻ has to be if increasing and other also increase or decreases is the positive. അതായത് പോസിറ്റീവ് കോറിലേഷൻസ് എന്ന് പറയുമ്പോൾ ടു വേരിയബിൾസും സെയിം ഡയറക്ഷനിൽ ഇൻക്രീസ് ആവും, എക്സ് ഓർ വൈ. സോ
സോ എക്സ് ഓർ വൈ സെയിം ഡയറക്ഷൻ ഡിക്രീസ് ആവുന്നതിനെയാണ് പോസിറ്റീവ് കോറിലേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഹൈറ്റ് ആൻഡ് വെയ്റ്റ്സ്, ഹൗസ് ഹോൾഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, പ്രൈസ് ആൻഡ് സപ്ലൈ, എമൗണ്ട് ഓഫ് റെയിൻഫോൾ, ഡീൽഡ് ക്രോപ്സ്, ഇതൊക്കെ പോസിറ്റീവ് കോറിലേഷന് എക്സാമ്പിൾ ആയിരിക്കും. ഇനി എന്ന് പറയുന്നത് നെഗറ്റീവ് കോറിലേഷൻസ് ആണ്. അതായത് ഇഫ് ടു വേരിയബിൾസ് ആർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഒരു വേരിയബിൾ കൂടുമ്പോൾ വേറൊന്നും കുറയുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വരുമ്പോഴാണ് നെഗറ്റീവ് കോറിലേഷൻ. അതായത് എക്സ് ആണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈ വേരിയബിൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻസ് എന്നാണ് പറയുന്നത്. വോളിയം ആൻഡ് പ്രഷർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ്, കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്, പ്രൈസ് ആൻഡ് ഡിമാൻഡ് തുടങ്ങിയവയാണ് ഈ കോറിലേഷനിൽ വരുന്നത്. പിന്നെ ലീനിയർ കോറിലേഷനും നോൺ ലീനിയർ കോറിലേഷനും, അതായത് ഗ്രാഫ് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലീനിയർ ടൈപ്പ് ഓഫ് കോറിലേഷനാണ് ടു വേരിയബിൾസ് തമ്മിലുള്ള. ആക്ച്വലി ദ ഗ്രാഫ് ഈസ് ഇതിലെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അതിനെ പറയുന്നതാണ് ലീനിയർ കോറിലേഷൻസ് എന്നത്. സോ നോൺ ലീനിയർ, ദ ഗ്രാഫ് ഈസ് നോട്ട് സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈനിലല്ലാത്ത എല്ലാ കോറിലേഷനും നോൺ ലീനിയർ കോറിലേഷൻ ആയിരിക്കും. ഡിഗ്രി ഓഫ് കോറിലേഷൻ, ഡിഗ്രീസ് ഓഫ് കോറിലേഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. ഇഫ് ടു വേരിയബിൾ ചേഞ്ചസ് ഇൻ ദ സെയിം ഡയറക്ഷൻസ് ആൻഡ് സെയിം പ്രപ്പോർഷൻ. പെർഫെക്റ്റ് കോറിലേഷൻസ് എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസും സെയിം ഡയറക്ഷനിലോ സെയിം പ്രപ്പോർഷനിലോ ആണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിനെ പറയുന്ന പേരാണ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻസ് എന്നത്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇൻ കേസ് ഓഫ് പോസിറ്റീവ് വൺ ആൻഡ് അതർ ഹാൻഡ് ദ ചേഞ്ചസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് is one of the most important perfect correlation. Absence two variables is x with no relation them changes in one variable and to another variable is called absence correlation. Limited degree of correlations is the absence of correlation is known as limited degrees of correlations. അതായത് ഈ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് ആണോ പെർഫെക്റ്റ് നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ +1, അതുപോലെ -1, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ തുടങ്ങിയവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഒരു കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ദ കോറിലേഷൻ ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് ആർ ലൈസ് ബിറ്റ്വീൻ -1 or 2+. -1 to +1 ഉള്ള ഇടയ്ക്കുള്ള കോറിലേഷൻസ് ഓഫ് കോഎഫിഷ്യൻസ് ആർ എന്നതാണ് പ്രൊനൗൺസ് ചെയ്യുക. പ്രധാനമായിട്ടും കോറിലേഷൻ നമ്മൾ ആർ എന്നുള്ള രീതിക്കാണ് ചെയ്യുക. സോ ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് എ പ്യുവർ നമ്പർ, ഇൻഡിപെൻഡൻറ്റ് മെഷർമെൻറ്റ് ഓഫ് എനി വാല്യൂസ് ആയിരിക്കണം. സോ ഇറ്റ്സ് എ ചേഞ്ചസ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഒറിജിൻ വാല്യൂ ആയിരിക്കണം, നോൺ സീറോ കോൺസ്റ്റൻ്റ് ആയിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പറയാൻ പറ്റും. ഈ പ്രോപ്പർട്ടീസ് സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പിക്ചർ നോക്കൂ, ഇതിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. അതെല്ലാം, അതായത് എക്സും വൈയും സെയിം ഡയറക്ഷനിലാണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്നാണ് പറയുന്നത്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിന് നെഗറ്റീവ് കോറിലേഷൻസ് എന്നും, പിന്നെ അതുപോലെ തന്നെ ലൈൻ കോറിലേഷൻസ്, അതുപോലെ ഹൈ ഡിഗ്രി നെഗറ്റീവ് കോറിലേഷൻസ്, ഹൈ ഡിഗ്രി പോസിറ്റീവ്. ഇവിടെ ഹൈ ഡിഗ്രി പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് എക്സും വൈയും ആക്ച്വലി ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സോ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഡിക്രീസ് ആണ്. നോ കോറിലേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡോട്ട്, ആ പോയിന്റ്സ് ജസ്റ്റ് ഉണ്ട് വര, അതായത് അതിനുള്ള ലൈൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ അത് നോ കോറിലേഷൻ എന്നാണ് പറയുക. പിന്നെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻസ് ആണ്. കാൾ പിയേഴ്സൺസ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഫേമസ് ആയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ സക്സസ് ആയ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വ്യക്തിയാണ്. സോ ഇതെന്ന് പറയുന്നത് ആർ വാല്യൂ, കോറിലേഷൻസ് ഡിനോട്ട് ചെയ്യുന്നത് ആർ വാല്യൂ ആണ്. ആർ ഈസ് ഇക്വൾ ടു σxy/n, σx×σy ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിൽ എന്ന് പറഞ്ഞാൽ എക്സ് കാണാൻ x-x ബാർ, y കാണാൻ y-y ബാർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ തുടങ്ങിയ ഫോർമുല ഇട്ടിട്ട് വേണം നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ചെയ്യാൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോറിലേഷൻ മെത്തേഡാണ്. ഈ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദി റാങ്ക് ആണ്. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുന്നത് റാങ്ക് കാണുന്നതിനുള്ള ഒരു മെത്തേഡാണെന്നാണ്. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഇസ് ദ ആക്ച്വൽ വാല്യൂ ഓഫ് ഐറ്റംസ് ആർ
അൺനോൺ ആയിരിക്കും ഈ റാങ്ക് കോറിലേഷൻസിൽ നിന്ന് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റാങ്ക് കോറിലേഷൻസ് സാധാരണ ഈ ജഡ്ജ് 1 ജഡ്ജ് 2 എന്നുള്ളത് കോമൺ ആയി ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ R 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്ന ഫോർമുല ഉപയോഗിച്ചാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കാണുക. R എന്ന് പറയുന്നത് റാങ്ക് കോറിലേഷൻ ഓഫ് കോഎഫിഷ്യൻ, D എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്, N എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷനാണ് അതിലുണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സ്പിയർമാൻ റാങ്ക് കോറിലേഷനും സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ചാപ്റ്ററിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് കോറിലേഷൻസ് എന്താണ്, കോറിലേഷനിൽ വരുന്ന കാൽപിയസസ് കോഎഫിഷ്യന്റ് കോറിലേഷൻ എന്താണ്, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻസ് എന്താണ്, കൺകറന്റ് ഡീവിയേഷൻസ് മെത്തേഡ് പോലുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതുപോലെ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ്റെ ഫോർമുല എന്തൊക്കെയാണ്, ഡിഗ്രീസ് എന്തൊക്കെയാണെന്നാണ്. കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുന്നതിനാണ് ഈ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ്, നെഗറ്റീവ്, ലീനിയർ, നോൺ ലീനിയർ, ഹൈലി പെർഫെക്റ്റീവ്, നോ കോറിലേഷൻ, ഇതുപോലെ പലതരത്തിലുള്ള കോറിലേഷൻസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള കോറിലേഷൻസ് കാണുന്നതിലൂടെ അത് പെർഫെക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാൽപിയർസൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും സ്പിയർമാൻ റാങ്ക് കോറിലേഷനും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോറിലേഷൻ കാൽക്കുലേഷൻ മെത്തേഡാണ്. സോ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ പറയുമ്പോൾ നമ്മൾ റാങ്ക് അതിൽ അസൈൻ ചെയ്ത് കൊടുത്ത ശേഷമാണ് എക്സും വൈയും ചില വേരിയബിൾസ് തന്നിട്ടുണ്ടാവും. അതിൽ റാങ്ക് അടിസ്ഥാനത്തിൽ വലുത് മുതൽ ചെറുത് വരെയോ ഉള്ള അടിസ്ഥാനത്തിൽ R1 R2 എന്ന് ഇട്ടിട്ട് ഡിഫറൻസ് കണ്ടിട്ട് D കണ്ടിട്ടാണ് നമ്മൾ 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്ന ഫോർമുല ഉപയോഗിച്ച് വേണം നമ്മൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കാണാം. ഇതാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലൈൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമി.